നമ്മളിപ്പോൾ നഗരസഭ ഇപ്പോൾ ടെക്നോ പാർക്ക് ടീമുമായിട്ട് നമ്മൾ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന 2017 സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കൂടി ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള ടെക്നോളജിയുടെ ഭാഗമായി അവർ നേരത്തെ സിവറേജ് നെറ്റ്വർക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് കൂടുതൽ മാറ്റുന്നതിനോടൊപ്പം ഇതിൻ്റെ നമ്മുടെ സ്റ്റാഫ് ഇറങ്ങി ക്ലിയർ ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ ഈ ടണലിനകത്തേക്ക് ഈ മെഷീൻ കയറ്റി വിട്ടുകൊണ്ട് അത് നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനവുമുണ്ട്, വേസ്റ്റ് പിക്ക് ചെയ്യാനുള്ള സംവിധാനവുമുണ്ട്. ആ മെഷീൻ അടിയന്തരമായി എത്തിക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്തിട്ടുണ്ട്. അതെ, ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനി അവരൊരു ഇത് തയ്യാറാക്കിയതാണ്. അത് മെഷീനാണ്, അവരുടെ മെഷീനാണ്. അത് ബഹുമാന്യനായ MP ശ്രീ A റഹീം അദ്ദേഹം ഇവിടെ എത്തിക്കൊണ്ട് തന്നെ ഈ 2 പ്ലാറ്റ്ഫോമിലെയും ട്രെയിനുകൾ ഇപ്പോഴത്തെ നമുക്കറിയാം, നമ്മൾ വന്നതിന് ശേഷം തന്നെ 2 ട്രെയിനുകൾ 2 പ്ലാറ്റ്ഫോമിലായി വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരം ഒരു സാധ്യത കൂടി പരിശോധിച്ചുകൊണ്ട് റെയിൽവേയുമായി സംസാരിച്ചുകൊണ്ട് അത് ഒഴിവാക്കി അവിടെ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ ആവശ്യമായ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് ഈ മെഷീൻ എത്തിച്ച് ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അത് വന്നാൽ ഉടനെ തന്നെ 2 ഭാഗത്തു നിന്നും നമ്മളിപ്പോൾ നിന്ന ആ പാഴ്സൽ ഓഫീസിൻ്റെ ആ ഭാഗത്തു നിന്നും ഒരു മെഷീനും നമ്മളിപ്പോൾ നിൽക്കുന്ന 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടുത്തെ മാൻഹോളിൻ്റെ അവിടെ നിന്ന് മറ്റൊരു മെഷീനും ഇട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പരിശോധിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 5ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോൾ നമ്മൾ പരിശോധിച്ചു. ആ ഭാഗത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് നന്നായി പോകുന്നുണ്ട്. ഇവിടെ ഒരു മെഷ് വെച്ചിരുന്നു, അതായത് അദ്ദേഹത്തെ കാണാതായി ഏതാണ്ട് അരമണിക്കൂറിനുള്ള ഒരു മെഷ് നമ്മൾ പെട്ടെന്ന് വെച്ചിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായി ഈ ഗ്യാപ്പിൽ ഉണ്ടാകും, കാരണം അവിടെ നിന്ന് നമ്മൾ 40 മീറ്റർ ഉള്ളിലേക്ക് നമ്മൾ വന്നും കഴിഞ്ഞു. അപ്പോൾ അത് കൂടുതൽ പരിശോധിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റോബോട്ടിന്റെ പർപ്പസ് എന്ന് പറയുന്നത് സർവൈലൻസും ഉണ്ട്, അതുപോലെ തന്നെ വേസ്റ്റ് പിക്ക് ചെയ്യാനും പറ്റും, രണ്ടും പറ്റും. വേസ്റ്റ് ഇപ്പോൾ മനുഷ്യരാണല്ലോ മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അത് ഈ യന്ത്ര സഹായത്തിന്റെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. ഈ വന്ന ടീം പറയുന്നത് ഈ റോബോട്ടിന്റെ വർക്ക് മോണിറ്റർ ചെയ്യാനും കഴിയും. അതെ 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 മെഷീനാണ്. അവർ പരിശോധിച്ചു. അതിൻ്റെ ക്രിയേറ്റർമാരായിട്ടുള്ള 2 പേരും, അത് നിർമ്മിച്ച 2 പേരുമാണ് ഇവിടെ പരിശോധിച്ചത്. മെഷീൻ ഏതാണ്ട് അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുനിന്നും അപ്പുറത്തുനിന്നും നമുക്ക് ഒരേ സമയം വർക്ക് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങോട്ട് ഫ്ലോ ഉണ്ട്. 5ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടുത്തെ മാൻഹോളിലും അത് കഴിഞ്ഞിട്ടുള്ള പ്രദേശവും നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് ഇവർ ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങിയത്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന അതിൻ്റെ അപ്പുറത്തെ പാഴ്സൽ ഓഫീസിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ വർക്ക് ചെയ്തിരുന്നത് 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ, അതായത് ആ സൈഡിൽ നിന്നാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മാലിന്യം ഇല്ലാതിരിക്കുകയും അവിടുത്തെ ഒഴുക്ക് സുഗമമായി പോകുന്ന ഒരു സാഹചര്യമാണ്, വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമായി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗത്ത് എന്തെങ്കിലും കാരണവശാൽ തങ്ങി നിൽക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് അത് നോക്കുന്നത്. അതെ, രാത്രിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാത്രി നമ്മൾ അതെ 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 എല്ലാ നമ്മൾ സ്കൂബ ഡൈവിംഗ് ടീം അവരുടെ തിരച്ചിൽ ഇപ്പോൾ നിർത്തുമെന്ന് പറയുന്നുണ്ട്. രാവിലെ അവർ തിരച്ചിലായിരുന്നെങ്കിൽ പക്ഷേ ക്ലീനിങ് ഇപ്പോൾ തുടരും. ഫയർഫോഴ്സിന്റെ ക്ലീനിങ് പ്രവർത്തനങ്ങൾ അവരെ ഇപ്പോൾ തുടരും. അവരുടെ സ്കൂബ ഡൈവിംഗ് ടീം നാളെ രാവിലെ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചത്. അവരുടെ അത് അവരോട് ചോദിക്കണം. ഡൈവിംഗ് ടീം സ്കൂബ ഡൈവിംഗ് ടീമിന്റെ കാര്യം അവരെന്നോട് അറിയിച്ചു. അതെ അതെ, അതിനോടൊപ്പം ഉള്ള പരിശോധന നമ്മുടെ ആളുകളുടെ പരിശോധന നഗരസഭയുണ്ട്, അതുപോലെ തന്നെ ഇവിടെ സന്നദ്ധ സംഘടന എന്നുള്ള നിലയിൽ നടക്കുന്നുണ്ട്. സ്കൂബ ഡൈവിംഗിന്റെ ടൈമുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു സ്കെഡ്യൂൾ ഉണ്ടല്ലോ, അതിന് വെച്ചിട്ട് അവർ പറയുന്നത് അവരുടെ വിദഗ്ധരുടെ അവരുടെ ഒരു ടൈമുമായി ബന്ധപ്പെട്ട അവരുടെ കാര്യം അവരോട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ അവർ വന്ന അപ്ഡേഷനാണ്. ജീവനക്കാരുടെ മാലിന്യം മാറ്റി നൽകും, അതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇറങ്ങി പരിശോധന നടത്താൻ പറ്റൂ. നിലവിൽ 40 മീറ്ററിന് അകത്തേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് മാലിന്യം നീക്കം ചെയ്താൽ മാത്രമേ തങ്ങൾക്ക് മാലിന്യം നീക്കാനുള്ള നടപടികളാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പമാണ് ഇപ്പോൾ നഗരസഭ ഈ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ സാങ്കേതിക വിദ്യയെ കൂടി ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധ്യമായതെല്ലാം ചെയ്യുകയാണ്. റെയിൽവേയുമായിട്ട് സംസാരിച്ചിട്ട് ഈ പ്ലാറ്റ്ഫോം, അപ്പോൾ ഇതിലെ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് അമൃത എക്സ്പ്രസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അത് വരുമ്പോൾ തന്നെ വേഗത കുറയ്ക്കുന്നതിന് മറ്റുള്ള നിർദ്ദേശം കൊടുത്തിട്ട് ഒരു ട്രാക്ക് അമൃത എക്സ്പ്രസ് വരാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ ഈ 2 ട്രാക്കും ഫ്രീ ആയി കിട്ടുമെന്നുള്ളതാണ് റെയിൽവേ അധികൃതരോട് ഇപ്പോൾ സംസാരിച്ച് ധാരണയായിട്ടുള്ളത്. ബാക്കിയെല്ലാം ബ്ലോക്ക്.